നമസ്കാരം. മധ്യപൂർവേഷ്യൻ മണ്ണിൽ യുദ്ധത്തിൻ്റെ പുകപടലങ്ങൾ കൂടുതൽ കനക്കുമ്പോൾ നയതന്ത്രത്തിൻ്റെ നേർത്ത നൂൽപാലത്തിലൂടെ സഞ്ചരിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്ന പാകിസ്ഥാനെ കാത്തിരിക്കുന്നത് സങ്കീർണവും അപകടകരവുമായ സൈനിക പ്രതിസന്ധിയാണ്. ഇറാനും അമേരിക്കയും തമ്മിൽ നടക്കുന്ന രൂക്ഷമായ പോരാട്ടത്തിൽ മധ്യസ്ഥൻ്റെ തൊപ്പിയണിഞ്ഞ് നിഷ്പക്ഷത പാലിക്കാൻ പാകിസ്ഥാൻ പരമാവധി ശ്രമിച്ചിരുന്നു. എന്നാൽ യമനിലെ അൻസാറുള്ള ഹൂതി വിമതർ കൂടി പൂർണ്ണ ശക്തിയോടെ യുദ്ധരംഗത്തേക്ക് പ്രവേശിച്ചതോടെ പാകിസ്ഥാൻ ഇത്രയും കാലം ഒഴിവാക്കാൻ ആഗ്രഹിച്ച അതേ സൈനിക ഇടപെടൽ എന്ന ഭീകര സ്വപ്നം വീണ്ടും അവരുടെ മുന്നിൽ യാഥാർത്ഥ്യമാവുകയാണ്. സൗദി അറേബ്യയുമായുള്ള പ്രതിരോധ കരാറുകളും തകർന്നടിയുന്ന സ്വന്തം സാമ്പത്തിക വ്യവസ്ഥയും പാകിസ്ഥാനെ ഈ യുദ്ധത്തിൻ്റെ നെരിപ്പോടിലേക്ക് തള്ളിവിടാൻ നിർബന്ധിതമാക്കുകയാണ്. ഈ സങ്കീർണമായ രാഷ്ട്രീയ പശ്ചാത്തലം പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 2015 മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. അന്ന് യമൻ തലസ്ഥാനമായ സന പിടിച്ചടക്കിയ ഹൂതി വിമതർക്കെതിരെ സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ അറബ് സഖ്യസേന സൈനിക നീക്കം ആരംഭിച്ച സമയമായിരുന്നു അത്. തങ്ങളുടെ അതിർത്തിയിൽ നേരിട്ട് ഭീഷണി ഉയർത്തിയ ഹൂതികളെ നേരിടാൻ സൗദി അറേബ്യ തങ്ങളുടെ അടുത്ത സഖ്യകക്ഷിയായ പാകിസ്ഥാനോട് നേരിട്ട് സൈന്യത്തെ അയക്കാൻ ആവശ്യപ്പെട്ടു. ദശാബ്ദങ്ങളായി തുടരുന്ന സൈനിക സാമ്പത്തിക ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ സൗദിയുടെ ഈ ആവശ്യം സ്വാഭാവികമായിരുന്നു. അതായത് 1969 അതിർത്തി തർക്കങ്ങളിലും 1990 ഗൾഫ് യുദ്ധ സമയത്തും പാകിസ്ഥാൻ സൗദിയുടെ സംരക്ഷണത്തിനായി സൈന്യത്തെ അയച്ചിരുന്നു. കൂടാതെ സൗദിക്ക് മേൽ പാകിസ്ഥാൻ തങ്ങളുടെ ആണവ സുരക്ഷാ കൂട ചൂടുന്നുണ്ടെന്ന വിവരവും പരസ്യമായ രഹസ്യമാണ്. എന്നാൽ 2015 നവാസ് ഷെരീഫ് സർക്കാരിന് മേൽ കടുത്ത ആഭ്യന്തര സമ്മർദ്ദമാണ് ഉയർന്നു വന്നത്. സൗദി രാജകുടുംബവുമായി വ്യക്തിപരമായ അടുത്ത ബന്ധമുള്ള ആളായിരുന്നു നവാസ് ഷെരീഫ്. എങ്കിലും ജനങ്ങളും ഇമ്രാൻഖാൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷവും പ്രമുഖ മാധ്യമങ്ങളും യമൻ യുദ്ധത്തിൽ പങ്കാളികളാകുന്നതിനെതിരെ ശക്തമായി രംഗത്ത് വന്നു. സൗദിയിൽ നിന്നുള്ള വഹാബി ആശയങ്ങളുടെ സ്വാധീനം പാകിസ്ഥാനിൽ ഷിയ സുന്നി സംഘർഷങ്ങൾക്ക് വഴിവെച്ചതിൽ ജനങ്ങൾ അസംതൃപ്തരായിരുന്നു. മാത്രവുമല്ല, അയൽ രാജ്യമായ ഇറാനെ പിണക്കി സൗദിയുടെ പ്രോക്സി യുദ്ധത്തിൽ പങ്കാളിയാകുന്നത് സ്വന്തം രാജ്യത്ത് ഭീകരവാദവും ബലൂചിസ്ഥാൻ പ്രക്ഷോഭവും കാരണം വലയുന്ന പാകിസ്ഥാൻ സൈന്യത്തിന് താങ്ങാൻ കഴിയുന്നില്ലെന്ന് അവർ വാദിച്ചു. ഇതേ തുടർന്ന് 2015 ഏപ്രിൽ 10 പാകിസ്ഥാൻ പാർലമെൻറ്റ് അവിടുത്തെ ചരിത്രപരമായ ഒരു പ്രമേയം പാസാക്കി. യമൻ യുദ്ധത്തിൽ പൂർണ്ണമായും നിഷ്പക്ഷത പാലിക്കുമെന്നും എന്നാൽ സൗദിയുടെ പ്രാദേശിക അഖണ്ഡതയ്ക്കോ വിശുദ്ധ കേന്ദ്രങ്ങൾക്കോ ഭീഷണിയുണ്ടായാൽ ഒപ്പം നിൽക്കുമെന്നും പാകിസ്ഥാൻ പ്രഖ്യാപിക്കുന്നു. പാകിസ്ഥാൻ്റെ ഈ പിന്മാറ്റം സൗദി അറേബ്യയെയും UAEയെയും കടുത്ത അമർഷത്തിലാക്കി. പാകിസ്ഥാനുമായുള്ള സാമ്പത്തിക സഹായങ്ങൾ വെട്ടിക്കുറയ്ക്കപ്പെടുകയും ആയിരക്കണക്കിന് പാകിസ്ഥാനി തൊഴിലാളികൾക്ക് തിരികെ അയക്കുകയും ചെയ്തു. ഇതിനു പുറമെ അറബ് രാജ്യങ്ങൾ ഇന്ത്യയുമായുള്ള നയതന്ത്ര സാമ്പത്തിക ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാനും ഇത് കാരണമായി. തങ്ങൾക്ക് നേരിട്ട ഈ സാമ്പത്തിക നഷ്ടം നികത്താൻ പാകിസ്ഥാൻ പിന്നീട് ചൈനയുടെ സഹായം തേടുകയായിരുന്നു. പിന്നീട് ഖത്തറും മറ്റ് അറബ് രാജ്യങ്ങളും തമ്മിൽ ഭിന്നതയുണ്ടായപ്പോഴും പാകിസ്ഥാൻ നയതന്ത്രപരമായ നിഷ്പക്ഷത തുടരുകയാണ് ചെയ്തത്. ഇമ്രാൻഖാൻ അധികാരത്തിൽ വന്നതോടെ സൗദിയുമായുള്ള ബന്ധം കൂടുതൽ വഷളായി. സൗദിക്കും UAEക്കും എതിർപ്പുള്ള തുർക്കിയുമായും മലേഷ്യയുമായി ചേർന്ന് OICക്ക് പകരമായി ഒരു പുതിയ മുസ്ലിം കൂട്ടായ്മ രൂപീകരിക്കാൻ ഇമ്രാൻഖാൻ ശ്രമിച്ചെങ്കിലും സൗദിയുടെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് അവസാന നിമിഷം അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഷഹ്ബാസ് ഷെരീഫ് വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ സൗദിയുമായും UAEയുമായുമുള്ള ബന്ധം കൂട്ടിച്ചേർക്കാൻ ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ നിർണായകമായ ഒരു തന്ത്രപ്രധാന പരസ്പര പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചു. കരാറിലെ പ്രധാന വ്യവസ്ഥ പ്രകാരം ഇരു രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനു നേരെ ആക്രമണം ഉണ്ടായാൽ അത് രണ്ടാമത്തെ രാജ്യത്തിന് നേരെയുള്ള ആക്രമണമായി കണക്കാക്കി സൈനികമായി സംരക്ഷിക്കണം. നിലവിലെ ഇറാൻ അമേരിക്ക യുദ്ധം ആരംഭിച്ചപ്പോൾ സൗദി അറേബ്യയിലെ അൽ ജുബൈൽ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായതോടെ പാകിസ്ഥാൻ തങ്ങളുടെ പിന്തുണ വ്യക്തമാക്കാൻ നിർബന്ധിതരായി. 2025 പ്രതിരോധ കരാർ മുൻനിർത്തി സൗദിക്ക് പിന്തുണ പ്രഖ്യാപിച്ച പാകിസ്ഥാൻ ഏകദേശം 13,000 സൈനികരെയും യുദ്ധവിമാനങ്ങളെ സൗദിയിലേക്ക് അയക്കുന്നു. എങ്കിലും പോരാട്ടത്തിൽ നേരിട്ട് പങ്കെടുക്കാതെ ഇറാനും അമേരിക്കയ്ക്കും ഇടയിൽ ഒരു മധ്യസ്ഥനായി പ്രവർത്തിക്കാൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുകയായിരുന്നു. ഇത് ഇറാൻ്റെ വിശ്വാസ്യത പിടിച്ചെടുക്കാൻ പാകിസ്ഥാനെ സഹായിച്ചു. അമേരിക്കൻ ബോംബിങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ ഇറാന് തങ്ങളുടെ ചില വിമാനങ്ങൾ പാകിസ്ഥാൻ മണ്ണിൽ നിർത്തിയിടാനും
ഉപരോധ സമയത്ത് സാധനങ്ങൾ കടത്താനും പാകിസ്ഥാൻ മൗനമായി അനുമതി നൽകി. എന്നാൽ പാകിസ്ഥാൻ കെട്ടിപ്പടുത്ത ഈ നയതന്ത്ര സന്തുലിതാവസ്ഥ ഇപ്പോൾ തകർന്നടിയുകയാണ്. യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ച അബുദാബിയുമായുള്ള ബന്ധം പാകിസ്ഥാന് ഇതിനകം തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. മധ്യസ്ഥ ശ്രമങ്ങളിലൂടെ ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാറുകൾ തകരുകയും അമേരിക്ക ഇറാന്റെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെയും ഇറാൻ തിരിച്ചടിച്ച് അറബ് മണ്ണിലെ അമേരിക്കൻ താവളങ്ങളിൽ ലക്ഷ്യമിടാൻ തുടങ്ങിയതോടെ സ്ഥിതിഗതികൾ വഷളായി. ഇതിനിടയിലാണ് ഹൂതികൾ യുദ്ധത്തിലേക്ക് നേരിട്ട് ചാടി വീഴുന്നത്. സൗദി പിന്തുണയുള്ള യമൻ സർക്കാർ സന വിമാനത്താവളത്തിൽ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഹൂതികൾ സൗദിയിലെ അബ ഇന്റർനാഷണൽ എയർപോർട്ട് ആക്രമിക്കുകയും ചെങ്കടലിലെ ബാബൽ മന്ദബ് കടലിടുക്ക് സൗദി കപ്പലുകൾക്കായി അടയ്ക്കുകയും ചെയ്തു. സൗദി പതാകയുള്ള എൻസെലിയ എന്ന എണ്ണക്കപ്പലിന് നേരെ ഹൂതികൾ നടത്തിയ മിസൈൽ ആക്രമണം അന്താരാഷ്ട്ര തലത്തിൽ വൻ ഞെട്ടലുണ്ടാക്കി. ചെങ്കടലിൽ കപ്പൽ കത്തിയമർന്ന സംഭവം സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കി. എണ്ണവില ബാരലിന് $100 ഉയർന്നതോടെ ആഗോള സാമ്പത്തിക രംഗം വീണ്ടും ആശങ്കയിലായി. ഹൂതികളുടെ ഈ നീക്കത്തെ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കടുത്ത ഭാഷയിലാണ് അപലപിച്ചത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി ഫോണിൽ സംസാരിച്ച ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാൻ സൈനിക തലവൻ ഫീൽഡ് മാർഷൽ അസീം മുനീറും രാജ്യവും സൗദിക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഇതോടെ 2015 നയതന്ത്ര തന്ത്രങ്ങളിലൂടെ പാകിസ്ഥാൻ ഒഴിവാക്കി നിർത്തിയ അതേ യുദ്ധച്ചുഴിയിലേക്കാണ് 11 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും രാജ്യം എത്തപ്പെട്ടിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെ കിഴക്ക് പടിഞ്ഞാറ് പെട്രോൾ ലൈൻ പൈപ്പ് ലൈൻ വഴിയും ചെങ്കടലിലെ യാൻബു തുറമുഖം വഴിയും എണ്ണ കയറ്റുമതി ചെയ്യാനായിരുന്നു സൗദിയുടെ പദ്ധതി. എന്നാൽ ബാബൽ മന്ദബ് കടലിടുക്ക് കൂടി ഹൂതികൾ ഉപരോധിച്ചതോടെ സൗദി അറേബ്യയുടെ സാമ്പത്തിക നട്ടെല്ല് തകരുന്ന അവസ്ഥയിലായി. ഇനി നയതന്ത്രപരമായ പരിഹാരങ്ങൾ സാധ്യമല്ലെങ്കിൽ പാകിസ്ഥാന് സൗദിയെ സംരക്ഷിക്കാനായി ഹൂതികൾക്കെതിരെ സൈന്യത്തെ അയക്കേണ്ടി വരും. 2025 പ്രതിരോധ കരാറും പാകിസ്ഥാൻ്റെ തകർന്ന സാമ്പത്തിക സ്ഥിതിയും ഇതിനവരെ നിർബന്ധിതരാക്കും. അങ്ങനെയെങ്കിൽ ഇറാനെതിരെ എന്ന പോലെ ഹൂതികൾക്കെതിരെയും പാകിസ്ഥാന് നേരിട്ട് യുദ്ധത്തിൽ പങ്കാളികളാകേണ്ടി വരും. ചുരുക്കത്തിൽ മധ്യപൂർവേഷ്യൻ യുദ്ധക്കളത്തിൽ നിന്ന് മാറി നിൽക്കാൻ പാകിസ്ഥാൻ നടത്തിയ എല്ലാ ശ്രമങ്ങളെയും നിർവീര്യമാക്കിക്കൊണ്ട് ഹൂതികൾ പാകിസ്ഥാൻ്റെ നിഴൽ പോലെ പിന്തുടരുന്ന ഏറ്റവും വലിയ ഭീതിയായി മാറിയിരിക്കുകയാണ്. പാകിസ്ഥാൻ ഹൂതികൾക്കെതിരെ നേരിട്ടുള്ള പോരാട്ടത്തിലേക്ക് കടക്കുന്നത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ, സാമ്പത്തിക താൽപ്പര്യങ്ങൾ, പ്രവാസീക്ഷേമം, പ്രാദേശിക നാവിക സുരക്ഷ എന്നിവയിൽ ഉളവാക്കുന്ന ആഘാതങ്ങൾ വളരെ വലുതും ദൂരവ്യാപകവുമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ വിഷയം തന്ത്രപ്രധാനമായ ഊർജ്ജ സുരക്ഷ തന്നെയാണ്. ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതിയുടെയും ദ്രവീകൃത പ്രകൃതിവാതകത്തിൻ്റെയും ഭൂരിഭാഗവും വരുന്നത് ഗൾഫ് മേഖലയിൽ നിന്നാണ്. ബാബൽ മന്ദബ്, ഹോർമുസ് കടലിടുക്കുകൾ വഴി കടന്നുപോകുന്ന ചരക്ക് കപ്പലുകളാണ് ഇന്ത്യയുടെ ഇന്ധന ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. ഹൂതികൾ സൗദി എണ്ണക്കപ്പലുകളെയും ചെങ്കടൽ പാതകളെയും ഉപരോധിക്കുമ്പോൾ പാകിസ്ഥാൻ സൈനികമായി അവിടെ ഇടപെടുന്നത് പോരാട്ടം അറേബ്യൻ കടലിലേക്ക് വ്യാപിപ്പിക്കാൻ ഇടയാക്കും. ഇത് എണ്ണ വിതരണം തടസ്സപ്പെടുത്തുകയും അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണ വില കുതിച്ചു വരാൻ കാരണമാവുകയും ചെയ്യും. എണ്ണവില വർദ്ധിക്കുന്നത് ഇന്ത്യയിൽ കടുത്ത പണപ്പെരുപ്പത്തിനും രൂപയുടെ മൂല്യത്തകർച്ചയ്ക്കും വഴിവെക്കുകയും രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്യും. രണ്ടാമതായി, പശ്ചിമേഷ്യയിൽ കഴിയുന്ന കോടിക്കണക്കിന് വരുന്ന പ്രവാസി ഭാരതീയരുടെ സുരക്ഷ ഇന്ത്യക്ക് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ തൊഴിലാളികളാണ് ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. ഹൂതികൾ സൗദി അറേബ്യയിലെയും മറ്റ് അറബ് രാജ്യങ്ങളിലെയും അടിസ്ഥാന സൗകര്യങ്ങൾക്കും വിമാനത്താവളങ്ങൾക്കും നേരെ തിരിച്ചടി ശക്തമാക്കുകയും പാക് സൈന്യം സൗദി മണ്ണിൽ നിലയുറപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ മേഖല ഒന്നാകെ സമ്പൂർണ്ണ യുദ്ധക്കളമായി മാറും. പ്രവാസികളുടെ സുരക്ഷിതത്വം അപകടത്തിലാകുന്നത് ഇന്ത്യയിലേക്ക് അയക്കപ്പെടുന്ന വിദേശ നാണയ ഒഴുക്കിനെ സാരമായി ബാധിക്കും. മുൻപ് കുവൈറ്റ് യുദ്ധ സമയത്തെ പോലെ തന്നെ ഒരു കൂറ്റൻ ഒഴിപ്പിക്കൽ ദൗത്യത്തിന് ഇന്ത്യ നിർബന്ധിതരായാൽ അത് രാജ്യത്തിന് താങ്ങാനാവാത്ത സാമ്പത്തിക നയതന്ത്ര ബാധ്യതയായി മാറാം. മറ്റൊരു പ്രധാന വശം നാവിക മേഖലയിലെ സുരക്ഷയും ചരക്ക് കൂലിയുടെ വർധനവുമാണ്. പാകിസ്ഥാൻ ഹൂതികൾക്കെതിരെ ചെങ്കടലിലും അറേബ്യൻ കടലിലും പെട്രോളിങ്ങിനും സൈനിക നീക്കങ്ങൾക്കുമായി ഇറങ്ങുമ്പോൾ ഈ സമുദ്രപാതകൾ സുരക്ഷിതമല്ലാതായി തീരും. കപ്പൽ കമ്പനികൾ അമേരിക്കൻ വൻകര ചുറ്റിയുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് പാത തിരഞ്ഞെടുക്കാൻ നിർബന്ധിതരാകും. ഇത് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്കും ഇറക്കുമതിക്കും എടുക്കുന്ന സമയവും ഇൻഷുറൻസ് ചെലവുകളും ചരക്ക് കൂലിയും ഇരട്ടിയാക്കും. യൂറോപ്പുമായും ആഫ്രിക്കയുമായുമുള്ള ഇന്ത്യയുടെ വ്യാപാര ബന്ധങ്ങളെ ഇത് സാരമായി ബാധിക്കുകയും
ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ അന്താരാഷ്ട്ര വിപണിയിലെ മത്സരശേഷി കുറയ്ക്കുകയും ചെയ്യും. മാത്രവുമല്ല, മേഖലയിലെ തീവ്രവാദ ഗ്രൂപ്പുകളുടെ ശാക്തീകരണവും ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. പാകിസ്ഥാൻ പൂർണ്ണമായും സൗദി സഖ്യത്തിലേക്ക് ചാടുകയും യമനിലെ ഷിയ ഹൂതികൾക്കെതിരെ പോരാടുകയും ചെയ്യുമ്പോൾ പാകിസ്ഥാനെതിരെ ഇറാൻ്റെയും ഹൂതികളുടെയും രഹസ്യ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ തിരിയാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഫലമായി ദക്ഷിണേഷ്യയിൽ വീണ്ടും പ്രാദേശിക തീവ്രവാദവും നിഴൽയുദ്ധങ്ങളും ശക്തിപ്പെടും. പാക് അതിർത്തികളിൽ ഉണ്ടാകുന്ന അസ്ഥിരതയും സമുദ്രമേഖലയിലെ അശാന്തിയും ഇന്ത്യക്ക് തങ്ങളുടെ പശ്ചിമ അതിർത്തിയിലും നാവിക അതിർത്തിയിലും ജാഗ്രത ഇരട്ടിയാക്കേണ്ട സാഹചര്യമുണ്ടാക്കും. അവസാനമായി, ഇന്ത്യയുടെ നയതന്ത്ര സന്തുലിതാവസ്ഥയ്ക്ക് ഈ സംഘർഷം വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇസ്രയേൽ, ഇറാൻ, സൗദി അറേബ്യ, UAE എന്നീ എല്ലാ പ്രമുഖ രാജ്യങ്ങളുമായും ഒരുപോലെ നല്ല ബന്ധം സൂക്ഷിക്കുന്ന രാജ്യമാണ് ഭാരതം. എന്നാൽ പാകിസ്ഥാൻ സൈനികമായി സൗദി പക്ഷത്ത് അണിനിരക്കുകയും ഹൂതികളെ ആക്രമിക്കുകയും ചെയ്യുമ്പോൾ ഇറാൻ പാക് ബന്ധം കൂടുതൽ വഷളാകും. ഇത് ഇറാൻ്റെ ചബഹാർ തുറമുഖം വഴി മധ്യേഷ്യയിലേക്ക് പാതയൊരുക്കാനുള്ള ഇന്ത്യയുടെ തന്ത്രപ്രധാന നീക്കങ്ങളെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം അറേബ്യൻ കടലിൽ സ്വന്തം കപ്പലുകൾക്ക് സംരക്ഷണം നൽകാൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് കൂടുതൽ യുദ്ധക്കപ്പലുകളെ നിയോഗിക്കേണ്ടി വരും. ചുരുക്കത്തിൽ, ഹൂതികളും പാകിസ്ഥാനും തമ്മിലുള്ള ഈ പുതിയ സൈനിക മുഖാമുഖം ഇന്ത്യയുടെ സാമ്പത്തിക, നയതന്ത്ര, നാവിക സുരക്ഷാ മേഖലകളിൽ കടുത്ത പരീക്ഷണത്തിൻ്റെ നാളുകളാണ് സമ്മാനിക്കുന്നത്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.